നമസ്കാരം. ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള മണൽപ്പാത മാത്രമായിരുന്നു ദുബായ്. എന്നാൽ ഇന്ന് ലോക വ്യോമയാന ഭൂപടത്തിലെ സ്പന്ദിക്കുന്ന ഹൃദയമാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. 2024 മാത്രം 9.2 കോടി യാത്രക്കാരാണ് ഈ വിമാനത്താവളത്തിലൂടെ കടന്നുപോയത്. ലണ്ടനിലെ ഹീത്രൂവിനെ പോലും പിന്നിലാക്കിയ ദുബായ്ക്കൊപ്പം അബുദാബിയും ദോഹയും ലോകത്തെ പ്രധാന യാത്രാ ഹബ്ബുകളായി വളർന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സംഘർഷങ്ങൾ ഈ വിജയഗാഥയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ വ്യോമയാന മേഖലയെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ ആകാശപാതകൾ അടച്ചുപൂട്ടിയതോടെ വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഗൾഫ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പണ്ട് കൃത്യസമയത്ത് പറന്നുയർന്നിരുന്ന വിമാനങ്ങൾ ഇന്ന് അനിശ്ചിതത്വത്തിന്റെ നിഴലിലാണ്. മേഖലയിലെ സുരക്ഷാ ഭീഷണി യാത്രക്കാരുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇന്ധന പ്രതിസന്ധിയാണ് വ്യോമയാന മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. പേർഷ്യൻ ഗൾഫിന്റെ കവാടമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി തടഞ്ഞതോടെ ഇന്ധന നീക്കം താറുമാറായി. യൂറോപ്പിന്റെ വിമാന ഇന്ധന ഇറക്കുമതിയുടെ പകുതിയും വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. വിതരണം തടസ്സപ്പെട്ടതോടെ വിമാന ഇന്ധനവില ഇരട്ടിയായും വർദ്ധിച്ചു. ഇത് ആഗോളതലത്തിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരാൻ കാരണമാകുമെന്നും ഉറപ്പാക്കി. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ആഗോള യാത്രകൾ ചെലവ് കുറഞ്ഞതാക്കിയത് ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമയാന മാതൃകയാണ്. എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഖത്തർ എയർവേസ് എന്നീ വിമാന കമ്പനികൾ ലോകത്തിന്റെ വിവിധ കോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹബ് ആൻഡ് സ്പോക്ക് രീതിയിലൂടെയാണ് വളർന്നത്. ബോസ്റ്റണിൽ നിന്നും ബാലിയിലേക്കോ ആംസ്റ്റർഡാമിൽ നിന്ന് മഡഗാസ്കറിലേക്കോ ഒരു സ്റ്റോപ്പോടെ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുന്നത് സഹായിച്ചു. ഈ മാതൃകയാണ് ഇപ്പോൾ ഭീഷണിയിലായിരിക്കുന്നത്. ഗൾഫിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാരിൽ പകുതിയിലധികം പേരും ഇവിടെ താമസിക്കാനല്ല, മറിച്ച് വിമാനം മാറിക്കയറാൻ എത്തുന്നവരാണ്. ദുബായിൽ 47%, ദോഹയിൽ 74% യാത്രക്കാർ ഇത്തരക്കാരാണ്. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരം യാത്രക്കാർ ഗൾഫ് വഴിയുള്ള യാത്രകൾ ഒഴിവാക്കി സിംഗപ്പൂർ, ടോക്കിയോ അല്ലെങ്കിൽ ഹോങ്കോങ് തുടങ്ങിയ സുരക്ഷിത പാതകൾ തേടാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഫെബ്രുവരി അവസാനം മുതൽ മേഖലയിൽ ആരംഭിച്ച മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ദുബായിലും അബുദാബിയിലും ദോഹയിലും എത്തിയ 10,000-കണക്കിന് യാത്രക്കാരാണ് ദിവസങ്ങളോളം ഹോട്ടലുകളിലും വിമാനത്താവളങ്ങളിലും കുടുങ്ങിയത്. പലരും ജീവൻ പണയപ്പെടുത്തി റോഡ് മാർഗം ഒമാനിലേക്ക് കടന്നാണ് പിന്നീട് യാത്ര തുടർന്നത്. ഇത്തരം ദുരനുഭവങ്ങൾ യാത്രക്കാരെ ഗൾഫ് പാതയിൽ നിന്നും അകറ്റാനും കാരണമായേക്കാം. ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ, എയർ ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ വിമാന കമ്പനികൾ ഗൾഫ് മേഖല ഒഴിവാക്കി പുതിയ സർവീസുകൾ ആരംഭിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ബാങ്കോക്കിലേക്കും സിംഗപ്പൂരിലേക്കും കൂടുതൽ നേരിട്ടുള്ള വിമാനങ്ങൾ ഇവർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. എന്നാൽ ഗൾഫ് വിമാന കമ്പനികൾ നൽകുന്ന അത്രയും വലിയ യാത്രാ സൗകര്യം പകരമായി നൽകാൻ യൂറോപ്യൻ കമ്പനികൾക്ക് കഴിയില്ലെന്ന് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനും വ്യക്തമാക്കുന്നു. ലോകത്തെ മൊത്തം വ്യോമയാന ശേഷിയുടെ 9.5% കൈകാര്യം ചെയ്യുന്നത് ഗൾഫ് കമ്പനികളാണ്. ഇതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായി മാറ്റി നിർത്തുക അസാധ്യമാണെങ്കിലും സംഘർഷം നീണ്ടുപോയാൽ വിമാന കമ്പനികൾ നഷ്ടം നികത്താനായി ടിക്കറ്റ് നിരക്കുകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും. കുറഞ്ഞ നിരക്കിൽ ആധുനിക സൗകര്യങ്ങളോടെ പറന്നിരുന്ന കാലം ഇതോടെ അവസാനിക്കുമെന്നാണ് സൂചന. അത്യാധുനിക വിമാനങ്ങളും മികച്ച സേവനങ്ങളും ഉപയോഗിച്ച് വ്യോമയാന മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചവരാണ് ഗൾഫ് രാജ്യങ്ങൾ. എയർബസ് A380 പോലെയുള്ള കൂറ്റൻ വിമാനങ്ങൾ ഉപയോഗിച്ച് അവർ ലോകത്തെ ഒന്നിപ്പിച്ചു. എന്നാൽ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഈ ക്ലീൻ ഷീറ്റ് വിജയതന്ത്രം ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിനോദസഞ്ചാരത്തെയും ബിസിനസിനെയും ആശ്രയിച്ചു കഴിയുന്ന ദുബായ് പോലുള്ള നഗരങ്ങൾക്ക് ഈ തളർച്ച വലിയ പ്രഹരമാകും.